ശ്രീമദ് ഭാഗവതം കീ. ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ പ്രണാമം. പാരായണം ചെയ്യുന്ന അമ്മമാർക്ക് ചെയർ കൊടുക്കാറില്ല. മേലെ തന്നെ ഇരുന്നാൽ മതി, താഴെ പോണ്ട. ഓക്കെ. സോ ദശമസ്കന്ധം ശ്രീമദ് ഭാഗവത പുരുഷന്റെ തിരുമുഖം. ഈ അധ്യായത്തിൽ ദശമസ്കന്ധത്തിൽ ധർമ്മമാണ് ആചരിക്കുന്നത്, ധർമ്മത്തിനെ കുറിച്ചാണ്. അതിലും ഭഗവാന്റെ ലീലകളിൽ ബാലലീലയാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് ആചാര്യന്മാർ പറയുന്നു. ദൈവങ്ങളിലെ വച്ച് കൃഷ്ണനെ മാത്രമാണ് എല്ലാ തലത്തിലും ആൾക്കാർ ആരാധിക്കുന്നത്. ആലിലയുടെ പുറത്ത് സ്വന്തം പെരുവരൽ വായിൽ വെച്ച് ആ രൂപം കണ്ടിട്ടുണ്ടോ? വടഭദ്രശായി കൃഷ്ണന്റെ അല്ലേ, കുഞ്ഞു ആലില. കുറേ പേര് ലോക്കറ്റൊക്കെ ചെയ്തിട്ടുണ്ടാവും. ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു ആലിലയുടെ പുറത്ത് കിടന്ന് സ്വന്തം കാലെടുത്ത് വായിൽ വെച്ച് അങ്ങനത്തെ ശിശുവായ രൂപം, വെണ്ണ മോഷ്ടിച്ച ബാലരൂപം, കന്നുകാലികളെ മേയ്ക്കാൻ പോയത്, രാധാസമേതനായി രുക്മിണി സമേതനായി കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ യുദ്ധം ചെയ്തത്. ഇങ്ങനെ എല്ലാ പ്രായത്തിലും ഭഗവാനെ ആരാധിക്കാം. മറ്റ് 33 കോടി ദേവീദേവഗണങ്ങളെ ഇങ്ങനെ വ്യത്യസ്തമായ പ്രായങ്ങളിൽ ആരാധിക്കാൻ പറ്റില്ല. സുബ്രഹ്മണ്യന് ബാലസുബ്രഹ്മണ്യനുണ്ട്, പക്ഷേ വേറെ മൂർത്തികൾക്ക് അങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. എല്ലാ പ്രായത്തിലും ഭഗവാനെ മാത്രമാണ് നമുക്ക് അത് ചെയ്യാൻ സാധിക്കുക. ശ്രീകൃഷ്ണ ഭഗവാൻ വടഭദ്രശായിയായിട്ട് ആലിലയിൽ വന്നപ്പോൾ ആചാര്യന്മാർ പാടിയിട്ടുണ്ട്. കരാരവിന്ദേന പദാരവിന്ദം പദാരവിന്ദേന വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. അങ്ങനെ വടഭദ്രശായിയായി ഒരു ഇലയുടെ പുറത്തും കൃഷ്ണൻ വന്നിട്ടുണ്ട്. അപ്പോ ഇത് ഭഗവാൻ കലികാലത്തിൽ ജനങ്ങളുടെ മീതെ ഉള്ള കാരുണ്യം കൊണ്ട് ഇറങ്ങി ക്ഷേത്രങ്ങളിൽ അർച്ചാമൂർത്തി വിഗ്രഹമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ പാരായണം ചെയ്യുന്ന അമ്മമാർ ചെയ്തു ഒരു നല്ല ലീലയുണ്ട്. ഒരു സാധാരണ പഴക്കച്ചവടക്കാരൻ ഇവിടെയെല്ലാം വിറ്റിട്ട് പോകുന്നില്ലേ അല്ലേ? ചക്ക, മാങ്ങ, അതൊന്നും ഇപ്പം കേൾക്കാറില്ല അധികം. മീന് അതൊക്കെയാണ് രാവിലെ കേൾക്കുന്നത്. പണ്ട് അങ്ങനെയൊന്നല്ല. സോ ഏത് സാധനം വിൽക്കുമോ അതിൻ്റെ പേരായിരിക്കും അവർ പറയുക. ചക്കയാണെങ്കിൽ ചക്ക, പഴയ പേപ്പറാണെങ്കിൽ പഴയ പേപ്പർ അല്ലേ? പക്ഷേ വൃന്ദാവനത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ പഴക്കച്ചവടക്കാരി ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ കഴിവതും ഭഗവാന്റെ നാമം മാത്രമേ ചൊല്ലൂ. എത്രയ്ക്കും ഭൗതിക വാക്കുകൾ കുറയ്ക്കാൻ പറ്റുമോ അത്രയ്ക്കും കുറയ്ക്കുക. ഞാൻ ആദ്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? മിതമായി സംസാരിക്കുക, ഹിതമായി സംസാരിക്കുക, സംസാരിക്കാതെ സംസാരിക്കുക. നാവിനെ നിയന്ത്രിക്കാതെ വല്ലതും പറഞ്ഞു കുടുങ്ങി പ്രശ്നത്തിൽ കുടുങ്ങിയ അനുഭവം ഉണ്ടോ? എത്ര പേർക്കുണ്ട്? എല്ലാവർക്കും. എന്തെങ്കിലും പറഞ്ഞ് അങ്ങ് ചാടും, പിന്നെ അത് മാറ്റാനും പറ്റില്ല. ഇന്നലെ അത്രയും പറയണ്ടായിരുന്നു എന്നിരുന്ന് വിചാരിക്കും അല്ലേ? അപ്പോൾ ആത്മീക വ്യക്തികൾ എന്ത് ചെയ്യും? കുറച്ച് സംസാരിക്കും, ആവശ്യത്തിന് മാത്രം. അപ്പോൾ ഈ വൃന്ദാവനത്തിലുള്ള യോഗിമാരെടുത്ത് ഭക്ഷണം കഴിച്ചോ? അപ്പോൾ കഴിച്ചു ഇല്ലെന്നൊന്നും പറയില്ല, ഗോവിന്ദ ഗോവിന്ദ. അപ്പം നമ്മൾ എന്ത് മനസ്സിലാക്കി? കഴിച്ചു ഇല്ലേ? പിന്നെ എന്താ സുഖാണോ? ഗോവിന്ദ. എല്ലാം ഈശ്വരന്റെ നാമത്തിൽ കൂടെ മറുപടി പറയുക. നാമമാത്രേണ പൂജ്യത്തെ ഭഗവാൻ ഹരി. ഇത് മാത്രമാണെങ്കിൽ ഒരു പ്രശ്നവും വരില്ല. ഒരു അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ മരുമകൾ പഞ്ചാബിയാണ്. ഞാൻ പറഞ്ഞു നല്ല കാര്യം, വീട്ടിൽ വഴക്കേ ഉണ്ട്. നിങ്ങൾ പറയുന്ന അവർക്ക് മനസ്സിലാവില്ല, അവർ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എത്ര കുറച്ച് സംസാരിക്കുകയോ അത്രയ്ക്കും ശാന്തിയും സമാധാനം. ആവശ്യമില്ലാതെ സംസാരിച്ചു കഴിഞ്ഞാൽ
അതിൽ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പം ഈ പഴക്കച്ചവടക്കാരി തൻ്റെ ബാസ്ക്കറ്റിൽ പഴമെല്ലാം എടുത്തിട്ട് പഴങ്ങളുടെ പേരല്ല പറഞ്ഞു വിൽക്കുന്നത്. ഗോവിന്ദ ദാമോദര മാധവേതി, ഗോവിന്ദ ദാമോദര മാധവേതി, ബോലോ ഗോവിന്ദ മാധവേതി, ഗോവിന്ദ ദാമോദര ഗോവിന്ദ ദാമോദര മാധവേതി, 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 ഗോവിന്ദ മാധവേതി. അപ്പൊ തൻ്റെ നാമവും ഒരു പഴക്കച്ചവടക്കാരി ഇങ്ങനെ ജപിച്ച് പോകുന്നത് കേട്ടിട്ട് കൃഷ്ണ ഭഗവാൻ ഓടിച്ചെന്ന് വീട്ടിനകത്ത്, അന്ന് കാലത്ത് ഈ ബാർട്ടറിങ് സിസ്റ്റമാണ്. നമ്മൾ നെല്ല് കൊടുത്താൽ അവർ പഴം കൊടുക്കും. ഈ പൈസ കൊടുക്കുന്ന ഇടപാടില്ല. അത് വന്നതിന് ശേഷമാണ് ഇത്രയും ശല്യമായത്. അന്ന് നമ്മളങ്ങോട്ട് കുറേ സാധനം തരും, അവരിങ്ങോട്ട് കുറേ സാധനം തരും. അപ്പം പഴക്കച്ചവടക്കാരി പഴമെല്ലാം ചുമന്ന് പോകുമ്പോൾ കൃഷ്ണ ഭഗവാൻ കണ്ടിട്ടുണ്ട്, യശോദ വീട്ടിലിരുന്ന് ഒരു പറ നെല്ല് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവർ പഴങ്ങളെല്ലാം തരും. ഉടനെ ഇത് കണ്ട കൃഷ്ണ ഭഗവാൻ, വയസ്സ് 1-1.5, നടന്ന് പഠിച്ചതേ ഉള്ളൂ, അതിസുന്ദരമായ ബാലഗോപാലൻ എന്ത് ചെയ്തു? ഓടിച്ചെന്ന് നെല്ലെടുത്ത് തൻ്റെ കയ്യിലെടുത്തു പഴം മേടിക്കാനായിട്ട്. ഈ കുഞ്ഞുങ്ങൾ നടക്കുന്ന കണ്ടില്ല, തത്ത എല്ലാം നടന്നു വന്നപ്പോൾ നെല്ലെല്ലാം താഴെ വീണു. കുട്ടിയുടെ കയ്യിൽ എത്ര കൊള്ളാനാ? വന്ന അമ്മയുടെ മുമ്പേ കൈ നീട്ടിയപ്പോൾ 2 നെൽമണി ഉണ്ടായിരുന്നു. ആ അമ്മ ചിരിച്ചോണ്ട് അതെടുത്തിട്ട് എന്ത് ചെയ്തു? കൃഷ്ണന്റെ കയ്യിൽ പഴങ്ങൾ ഇങ്ങനെ വെച്ച കുട്ടിക്ക് പിടിക്കാൻ പറ്റുന്നില്ല. പഴത്തിൻ്റെ മീതെ പഴം, പഴങ്ങളുടെ മീതെ പഴം. അവളുടെ സ്നേഹമാണ് അവൾ സമർപ്പിച്ചത്, കണക്കൊന്നും നോക്കിയില്ല. പഴമെല്ലാം എടുത്തു വെച്ച് തൻ്റെ ബാസ്ക്കറ്റിലിരുന്ന് എത്ര പഴം കുഞ്ഞിന് കൊടുക്കാൻ പറ്റുമോ അത്രയും എടുത്ത് ഭഗവാന്റെ കയ്യിൽ വെച്ച് കാലി ബാസ്ക്കറ്റും എടുത്ത് തലയിൽ വെച്ച്. ഇങ്ങനെ ഒരു കച്ചവടക്കാരി എവിടെയെങ്കിലും ഉണ്ടോ? 2 മാമ്പഴം ചോദിച്ചാൽ 4 അഴുവിയത് തരുന്ന കാലഘട്ടമായി. കാലി ബാസ്ക്കറ്റ് എടുത്ത് തലയിൽ വെച്ച് വീണ്ടും സ്വന്തം നിറഞ്ഞ മനസ്സോട് ഗോവിന്ദ ദാമോദര മാധവേതി, ഗോവിന്ദ ദാമോദര മാധവേതി, ഗോവിന്ദ ദാമോദര. ശ്രീകൃഷ്ണചന്ദ്ര ഭഗവാൻ കീ. അങ്ങനെ നടക്കുമ്പോൾ ഈ ബാസ്ക്കറ്റിന്റെ ഭാരം കൂടിക്കൊണ്ടേയിരിക്കുന്നു. കുറേ ആയിട്ട് ഈ അമ്മയ്ക്ക് തൂക്കാൻ പറ്റുന്നില്ല. ഞാൻ എല്ലാ പഴവും കൊടുത്തല്ലോ, എന്നിട്ടും എന്താ ഇത്ര ഭാരം എന്ന് ബാസ്ക്കറ്റ് ഇറക്കി വെച്ചപ്പോൾ അതിനകത്ത് നവരത്നങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. വജ്രം, ഗോമേതകം, പവിഴം, മുത്ത്, എമറാൾഡ്, സഫയർ, കോറൽ, റൂബി, നവരത്നങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ആ അമ്മ ചിന്തിച്ചു, കൃഷ്ണ നീ എൻ്റെ ഭക്തിക്ക് വില പറഞ്ഞല്ലേ എന്ന് പറഞ്ഞ് ആ ബാസ്ക്കറ്റ് അങ്ങനെ തൂക്കി യമുനയിൽ വലിച്ചെറിഞ്ഞിട്ട് ഗോവിന്ദ ദാമോദര മാധവേതി, ഗോവിന്ദ ദാമോദര മാധവേതി, ഗോവിന്ദ ദാമോദര മാധവേതി. ആ സ്ഥലത്ത് നമ്മളായിരുന്നെങ്കിൽ അയ്യോ താങ്ക് യു കൃഷ്ണ, മൊത്തം ബാസ്ക്കറ്റും വീട്ടിൽ അതാരും കാണാതെ ഒളിപ്പിച്ചങ്ങ് എടുത്തുകൊണ്ട് പോയത്. ആ പഴക്കച്ചവടക്കാരി വിചാരിച്ചു എൻ്റെ ഭക്തിക്ക് ഭഗവാനെ വില പറഞ്ഞല്ലോ. അന്ന് ദ്വാപര യുഗത്തിൽ ആൾക്കാർക്ക് കൃഷ്ണനെയും രാമനെയും എല്ലാം കാണാൻ സാധിക്കുമായിരുന്നു, അത്രയും ശുദ്ധമായ ഹൃദയം ഉണ്ടായിരുന്നു. കലികാലത്തിൽ അങ്ങനത്തെ ഹൃദയമല്ല.
കുറ്റം കണ്ടുപിടിക്കുക, പരദൂഷണം പറയുക, അനാവശ്യ കാര്യങ്ങൾ ചർച്ച ചെയ്യുക, ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. എപ്പോഴും മറ്റുള്ളവരിൽ തന്നെ കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. ഒരാള് ഡോക്ടറെ അടുത്ത് പോയി, വൈദ്യൻ്റെ അടുത്ത് പോയി ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് ചെവി കേൾക്കില്ല, എന്തെങ്കിലും മരുന്ന് തരാൻ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, രോഗിയെ ചികിത്സിക്കാതെ എങ്ങനെ മരുന്ന് കൊടുക്കാനാ? രോഗിയെ വിളിച്ചോണ്ട് വരൂ, പേഷ്യന്റിനെ കൊണ്ടുവരൂ, ഞാനൊന്ന് ചികിത്സിക്കട്ടെ, എന്നിട്ടും മരുന്ന് തരാം. അയ്യോ, അവള് പറഞ്ഞാൽ കേൾക്കത്തില്ലെന്നേ. എന്താ, എനിക്കാണ് ചെവി കേട്ടുടന്ന് അവള് പറയുന്നത്, അതുകൊണ്ട് വരത്തില്ല. ഓ, അപ്പൊ അങ്ങനെയാണോ? എന്നാൽ ഒരു കാര്യം കണ്ടുപിടിക്കൂ. എന്താ? എത്ര ദൂരെ, എത്ര അകലെ അടുത്ത് പോയാൽ ചെവി കേൾക്കില്ല, ഡിസ്റ്റൻസ് എങ്കിലും ഒന്ന് കണ്ടുപിടിക്കൂ. ഉടനെ ഇയാൾ അത് വേണമെങ്കിൽ ഞാൻ കണ്ടുപിടിക്കാം. എത്തി നോക്കിയപ്പോൾ ഭാര്യ അടുക്കളയിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇയാൾ പറഞ്ഞു, ശാന്തേ, ഞാൻ വന്നു, രാത്രി കഴിക്കാൻ എന്താ? ഒരു അനക്കമില്ല. ഭാര്യയ്ക്ക് ചെവി കേട്ടില്ലെന്ന് മനസ്സിലായി. വീണ്ടും ഒരു 10 അടി മുന്നോട്ട് പോയി, ശാന്തേ, രാത്രി കഴിക്കാൻ എന്താ? ഒരു അനക്കമില്ല, ചെവി കേട്ടില്ല. അടുക്കളയുടെ വാതിലിൽ ചെന്നു, എന്താ രാത്രി കഴിക്കാൻ ഉണ്ടാക്കിയ? ഒരു അനക്കമില്ല. തൊട്ട പുറകെ ചെന്ന് നിന്നിട്ട് എത്ര തവണ ചോദിക്കണം, രാത്രി കഴിക്കാൻ എന്താ ഉണ്ടാക്കിയത്? കഞ്ഞി 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 കഞ്ഞി. 4 പ്രാവശ്യം ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു. ആർക്കാണ് ചെവി കേട്ടുകൂടാത്തത്? അയാൾക്കാ കേൾക്കാത്തത്. ഇത്ര ദിവസം അയാൾ വിചാരിച്ചിരിക്കുക ഭാര്യയ്ക്കാ കേൾക്കാത്തത്. ആത്മവൻ മന്യത്തെ ജഗത്. എല്ലാവരും നമ്മളൊരു കണ്ണട ഇട്ടിട്ടുണ്ട്, ശരി തെറ്റ്. ഈ കണ്ണടയിൽ കൂടെ എല്ലാവരെയും കാണും. നമുക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ട്, ഇത് ശരി, ഇത് തെറ്റ്, അതങ്ങ് തീരുമാനിക്കുക. പിന്നെ എല്ലാവരെയും ആ കണ്ണടയിൽ കൂടെ നോക്കിയിട്ട് അവർ തെറ്റുകാർ, ഇവർ കുഴപ്പം, മൊത്തം തെറ്റ് ഇവിടെയുള്ളത്. എൻ്റെ കണ്ണടയിൽ കൂടെയേ ഞാൻ കാണുകയുള്ളൂ. അപ്പൊ എൻ്റെ കുറേ സിദ്ധാന്തമുണ്ട്, ഇത് ശരിയാണ്, ഇത് തെറ്റാണ്, ഇങ്ങനെ നടക്കണം, ഇങ്ങനെ നടക്കാൻ പാടില്ല. നമ്മളായി കുറേ നിയമങ്ങൾ സൃഷ്ടിച്ചിട്ട് ആ നിയമങ്ങളിൽ കൂടെ ലോക ജനതയെ കണ്ട് അവരെ വിലയിരുത്താൻ തുടങ്ങി. മഹാതെറ്റ്. ശാസ്ത്രചക്ഷു, ശാസ്ത്രങ്ങളിൽ കൂടെ കാണാൻ ശ്രമിക്കും. അപ്പോൾ കലികാലത്തിൽ ഭഗവാൻ ക്ഷേത്രമായി അവതരിച്ചിട്ടുണ്ട്. മനുഷ്യര് ക്ഷേത്രങ്ങൾ 4: ക്ഷേത്രം, മഹാക്ഷേത്രം, ദിവ്യക്ഷേത്രം, ദിവ്യധാമം. 4 ക്ഷേത്രം, മഹാക്ഷേത്രം, ദിവ്യക്ഷേത്രം, ദിവ്യധാമം. ക്ഷേത്രം മനുഷ്യര് പ്രതിഷ്ഠിച്ചാൽ അത് ക്ഷേത്രം. നമ്മളെല്ലാം നാട്ടുകാർ ഒരുമിച്ച് കൂടി പണമെല്ലാം സ്വരൂപിച്ച് ഒരു ക്ഷേത്രം പണിത് പ്രതിഷ്ഠ നടത്തി പൂജയൊക്കെ നടത്തിയാൽ അത് ക്ഷേത്രം. അതിനേക്കാളും 100 ഇരട്ടി ഫലം മഹാക്ഷേത്രം. മനുഷ്യര് പ്രതിഷ്ഠിച്ചതല്ല, ദേവഗണങ്ങൾ വന്ന് പ്രതിഷ്ഠ നടത്തിയാൽ അത് മഹാക്ഷേത്രം. നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു മഹാക്ഷേത്രം പറയൂ. ദേവന്മാര് പ്രതിഷ്ഠിച്ചത്, മനുഷ്യരല്ല. ഗുരുവായൂർ, ബൃഹസ്പതിയും വായുദേവനും, ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠിച്ച അതെന്താണ്? മഹാക്ഷേത്രം. ഒരു പടി ഉയർന്നതാണ്. അതിനേക്കാളും ഉയർന്നത് ദിവ്യക്ഷേത്രം. മനുഷ്യനോ ദേവനോ പ്രതിഷ്ഠിക്കാതെ വിഗ്രഹം സ്വയംഭൂ, വിഗ്രഹം താനേ വന്നു കഴിഞ്ഞാൽ അത് ദിവ്യക്ഷേത്രം. സ്വയംഭൂവായി വിഗ്രഹം വന്ന ഏതെങ്കിലും ക്ഷേത്രം അറിയാമോ? കോഴിക്കോടാണ്. വിഗ്രഹം സ്വയംഭൂ, മനുഷ്യനും പ്രതിഷ്ഠിച്ചില്ല, ദേവനും പ്രതിഷ്ഠിച്ചില്ല, സ്വയം താനേ വിഗ്രഹം വന്ന ക്ഷേത്രം. ഇങ്ങനെ കൈ കാണിച്ചാൽ എനിക്കറിയില്ലല്ലോ, പേര് കിട്ടുന്നില്ല, അറിയില്ല. ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഏതെങ്കിലും 1-2 എക്സാമ്പിൾ? വടക്കുംനാഥ ക്ഷേത്രം. ശരി, വെരി ഗുഡ്. പിന്നെ കൊട്ടിയൂർ സ്വയംഭുവ. തിരുവനന്തപുരത്ത് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം സ്വയംഭുവാണ്, താനേ. അത് ദിവ്യക്ഷേത്രം. മനുഷ്യര് പ്രതിഷ്ഠിച്ചാൽ ക്ഷേത്രം, ദേവഗണങ്ങൾ പ്രതിഷ്ഠിച്ചാൽ മഹാക്ഷേത്രം, വിഗ്രഹം താനേ സ്വയം വന്നാൽ ദിവ്യക്ഷേത്രം.
നാലാമത്തത് ദിവ്യധാമം. അവിടെ ക്ഷേത്രത്തിന്റെ ആവശ്യമില്ല. മണ്ണും കുളമും മലയും നദിയും കല്ലും പുല്ലും എല്ലാം ഈശ്വര ചൈതന്യം, ഈശ്വരന്റെ ശക്തി. ഏതാത്? വൃന്ദാവനം. വൃന്ദാവനത്തിന് മലയെ പൂജിക്കും. ഏത് മലയാ പൂജിക്കുന്നത്? ഗോവർദ്ധനം. വൃന്ദാവനത്തിൽ നദിയെ പൂജിക്കും. ഏതാ? യമുന. കല്ലും മുള്ളും പുല്ലും ചെടിയും മരവും സർവ്വതും അവിടെ പൂജിക്കും. അവിടെ ഒരു ക്ഷേത്രത്തിന്റെ ആവശ്യമേ ഇല്ല. അപ്പൊ അങ്ങനത്തെ ദിവ്യധാമങ്ങൾ മഹാ അത്ഭുതവും സാധാരണ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നതിൽ 1000 ഇരട്ടി ഫലമാണ് എവിടെ പോയി പ്രാർത്ഥിക്കുന്നത്? വൃന്ദാവനം. എത്ര പേര് വൃന്ദാവനം പോയിട്ടുണ്ട്? ഒരുപാട് പേര് പോയിട്ടുണ്ട്. വൃന്ദാവനത്തിൽ ചെല്ലുന്നത് തന്നെ പുണ്യമാണ്. അതായത് ശാസ്ത്രം പറയുന്നു, ചിന്താമണി പ്രകര സദ്മ സുകൽപ വൃക്ഷ ലക്ഷാവൃതേഷു സുരഭീരവിഫാലയന്തം ലക്ഷ്മി സഹസ്ര സതസംഭ്രമ സേവ്യമാനം ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. ലക്ഷക്കണക്കിൽ ആയിരക്കണക്കിൽ ലക്ഷ്മിമാര് സേവനം ചെയ്യുന്ന സ്ഥലമാണ് ചിന്താമണി. പ്രകാരമുള്ള ഈ വഴി മാർഗം, ഈ ഭൂമിയൊക്കെ നമ്മളിവിടെ കല്ല് ടൈൽസ് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. വൃന്ദാവനത്തിൽ എങ്ങനെയെന്ന് വെച്ചാൽ ചിന്താമണി കല്ലുകൾ കൊണ്ടാ പ്രകാരം. അതിനെ തൊട്ടിട്ട് 2 മസാല ദോശ, ടിങ് മസാല ദോശ. ചിന്താമണി കല്ലിനെ തൊട്ട് എന്ത് ആഗ്രഹിച്ചാലും കൽപ്പവൃക്ഷ, 2 വശത്തും കൽപ്പവൃക്ഷം മരം. പ്രായം 16 മേലെ ആർക്കും പോകില്ല. എവിടെ? വൃന്ദാവനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ വയസ്സ് എത്രയാകില്ല? 16 കവിഞ്ഞങ്ങോട്ട് പോയില്ല. ഇവിടെ എത്ര പേരാ വൃന്ദാവനത്തിൽ പോയിട്ടുള്ളത്? ശരി, വൃന്ദാവനത്തിൽ പോയി തുള്ളിച്ചാടിയവർ എത്ര പേരാ? നമ്മുടെ കൂടെ ട്രിപ്പിന് വരും 80-100 പേര്. അതിൽ പകുതി പേര് 80 വയസ്സ് കഴിഞ്ഞവരാണ്. ആദ്യം വൃന്ദാവനത്തിൽ വന്ന് ഇങ്ങനെയൊക്കെ നിൽക്കണത് കാണാം. 2ാമത്തെ ദിവസമാകുമ്പോൾ ഇങ്ങനെ നിൽക്കണത് കാണാം. 3-4 ഒക്കെ ആകുമ്പോൾ അവിടെ കിടന്ന് ഉരുളലും ചാട്ടവും, വീട്ടുകാരുടെ ഫോൺ വിളി, എൻ്റെ അമ്മയെ അതുപോലെ കൊണ്ടുവന്ന് ആക്കണേ. എന്തുകൊണ്ടാണ്? കഥാഗാനം ഗമനം നാട്യം വംശീപ്രിയ സഖി ചിദാനന്ദം ജ്യോതി പരമപൈ തദ്വാസ്വാദ്യം അഭിച്ച. കഥാഗാനം. അവിടെ ഭഗവാന്റെ ലോകത്ത് സംസാരിക്കുന്നതെല്ലാം ഒരു പാട്ടാണ്. കഥാഗാനം. എന്താ പേര്? ശ്രീഹരി. അപ്പൊ അവിടെ എങ്ങനെയാ സംസാരിക്കുക? ശ്രീഹരി ഇവിടെ വരൂ, പോകൂ, കഥാഗാനം. ഗമനം നാട്യം. നടക്കുന്നതൊക്കെ എങ്ങനെയാണ്? ഡാൻസ് ആടി നടക്കും. കഥാഗാനം ഗമനം നാട്യം. അങ്ങനെ ആനന്ദമയോർഭ്യാസാത്, ആനന്ദം കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമാണ് വൃന്ദാവനം. അതിനൊരു ചെറിയ ഒരു ഉദാഹരണം പറയാം. ഒരു ദിവസം ബലരാമസ്വാമി കൃഷ്ണന്റെ അടുത്ത് പറഞ്ഞു, കൃഷ്ണ, ഞാൻ നിന്നെ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്. അതെ, ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്, എല്ലാം ശരിയാ. പക്ഷേ രാധാദേവി യമുനയിൽ വെള്ളമെടുക്കാൻ പോകുമ്പോഴോ, രാധാദേവി പശുവിലിരുന്ന് പാല് കറക്കാൻ പോകുന്ന സമയത്തോ നിനക്കൊരു ചെറിയ ചാഞ്ചാട്ടം, നിന്റെ കൈയെല്ലാം ചെറുതായിട്ട് ഒന്ന് വിറയ്ക്കുന്നു. കയ്യിലുള്ള സാധനങ്ങളെല്ലാം കൃഷ്ണ നീ നിലത്തിടുന്നുണ്ട്. ആരാ ചോദിച്ചത്? ബലരാമസ്വാമി. ആരെടുത്ത്? 7-14 ലോകം അണ്ടചരാചരം ചലിക്കുന്നതും ചലിക്കാത്തതും 33 കോടി ദേവീദേവഗണങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ഭഗവാനെ, ആ ഭഗവാനെ നിയന്ത്രിക്കുന്നത് ആരാ? രാധാദേവിയാണ്. അപ്പൊ കൃഷ്ണനും ഇതറിയാം. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അങ്ങനെ ഒന്നുമേ ഇല്ല. ഏകാംശേന സ്ഥിതോ ജഗത്. ഈ പ്രപഞ്ചം മുഴുവനും എൻ്റെ ശക്തിയുടെ ഒരു അംശം കൊണ്ടാണ് ഞാൻ നിലനിർത്തിയിരിക്കുന്നത്. എന്നെ കവിഞ്ഞ് യാതൊരു ശക്തിയുമില്ല. അഹം സർവസ്യ പ്രഭവോ. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടിയുടെയും പ്രഭു ഞാനാണ്. മാതാ ദാതാ പിതാമഹ. നിങ്ങൾ ഏവരുടെയും അച്ഛനും ഞാനാണ്, മുത്തശ്ശനും ഞാനാണ്, അമ്മയും ഞാനാണ്, എല്ലാം ഞാനാണ്. ബലരാം പറഞ്ഞു, അതെല്ലാം ശരി, ഞാൻ സമ്മതിച്ചു. എന്നാലും രാധാദേവി വരുമ്പോൾ നിനക്കൊരു ചെറിയ ഇതുണ്ട്. ഭഗവാൻ പറഞ്ഞു, അങ്ങനെ അല്ല. എന്നാൽ നാളെ ഒരു പന്തയം. എന്താണ് പന്തയം? യമുനയിൽ രാധാദേവി വെള്ളമെടുക്കാൻ പോകുമ്പോൾ ഒരു തെറ്റും ചെയ്യാതെ പശുവിലിരുന്ന് പാല് കറക്കണം. കൃഷ്ണ ഭഗവാൻ സമ്മതിച്ചു, ഡീൽ ഉറപ്പിച്ചു. അടുത്ത ദിവസം രാവിലെ രാധാറാണി യമുനയിലിരുന്ന് വെള്ളമെടുക്കാൻ പോകുന്നു. രാധാറാണിയുടെ നിറം
സ്വർണത്തിനെ ഉരുക്കി ഒഴിച്ചാൽ ഉണ്ടാകുന്ന നിറം കാഞ്ചന. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി. കാഞ്ചനം, സ്വർണം. എല്ലാവരും സ്വർണം കണ്ടിട്ടുണ്ടോ? കണ്ടു. സ്വർണത്തിനെ ഉരുക്കി ദ്രാവകമായിട്ട് ലിക്വിഡ് ഫോമിൽ സ്വർണത്തിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. സ്വയം പ്രകാശിതമായിരിക്കും. അതിനൊരു ലൈറ്റ് വേണ്ട. അത്ര ഉജ്ജ്വലമായി തേജസ്സായി. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വൈകുന്നേരം വീട്ടിൽ ചെന്ന് അടുപ്പിൽ കുറച്ച് ഇട്ട് നോക്കൂ. സ്വയം പ്രകാശിതമായി തേജസ്വിയായി അങ്ങനെ ഇരിക്കും സ്വർണം. ആ സ്വർണത്തിൻ്റെ കാഞ്ചനത്തിൻ്റെ നിറമാണ് ആർക്ക്? രാധാറാണിക്ക്. കണ്ണുകളെല്ലാം താമരയിതൾ പോലെ ചെവി വരെ അങ്ങനെ നീണ്ടു നിൽക്കും. വലിയ കണ്ണുകളാണ്. കൺപിരിയമെല്ലാം മത്സ്യം പോലെ. രാധാദേവി കണ്ണടച്ചാൽ അങ്ങനെ അതിസൗന്ദര്യം. ഈ കുണ്ടലമെല്ലാം ഇങ്ങനെ ചെവിയിലാടും. ചുരുണ്ട മുടി. ഭാഗവതവും പുരാണവും ഗർഗമഹർഷിയും രാധാദേവിയുടെ സൗന്ദര്യം വർണ്ണിക്കുന്നുണ്ട്. എങ്ങനെയാണ്? അപ്പോൾ ആ രാധാദേവിയാണ് ഭഗവാനെ ഭഗവാൻ എല്ലാം നിയന്ത്രിക്കുമെങ്കിലും ഭഗവാനെ നിയന്ത്രിക്കുന്നത് ആരാ? നിങ്ങളുടെ എത്ര പേരുടെ വീട്ടിൽ ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? ഗ്രഹനാഥന് വെയിറ്റ് ഇല്ല. ആര് വീട്ടിലും ഇല്ല. ഉറപ്പാ? ഇത് ഞാൻ വിശ്വസിക്കണോ? മോഹൻജി പറയൂ, ശരിയാണോ തെറ്റാണോ? മോഹൻജി ആലോചിക്ക, എന്താ പറയുക, വീട്ടിൽ പോണല്ലോ. അപ്പൊ എല്ലാം അണ്ടചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന ഭഗവാനെ രാധാറാണിയാണ് നിയന്ത്രിക്കുന്നത്. അപ്പൊ അടുത്ത ദിവസം രാധാറാണി യമുനയിൽ വെള്ളം കോരാൻ പോയി. ശ്രീകൃഷ്ണ ഭഗവാൻ വിചാരിച്ചു, ഞാൻ തെറ്റ് ചെയ്ത എൻ്റെ കൂട്ടുകാരെല്ലാം കളിയാക്കി ചിരിച്ച് റെഡിയാക്കും, അതുകൊണ്ട് വളരെ ശ്രദ്ധയോട് ചെന്ന് പാല് കറക്കാൻ തുടങ്ങി. ഭഗവാൻ പാല് കറക്കാൻ തുടങ്ങിയോണ്ട് ബലരാമസ്വാമി വയറ്റിലടിച്ച് ചിരിക്കുക. ഈ കുട്ടികളൊക്കെ ചിരിക്കൂല്ലേ? ചില ഗോപന്മാർ നിലത്ത് കിടന്ന് ഉരുണ്ട് ചിരിക്കുക. എല്ലാവരും ചിരിക്കുക. കൃഷ്ണൻ ബലരാമൻ്റെ അടുത്ത് ചോദിച്ചു, എന്തിനാ ചിരിക്കണം? ബലരാമൻ പറഞ്ഞു, കൃഷ്ണ, നീ പശുവിലിരുന്നല്ല പാല് കറക്കണ, ആ കാളയിൽ നിന്നാണ് പാല് കറക്കണത്. അപ്പോ ഭഗവാൻ എന്താ മണ്ടനാണോ? അല്ല. തൻ്റെ ഭക്തജനങ്ങൾ ആനന്ദത്തോടെ ഇരിക്കാൻ വേണ്ടി ഭഗവാൻ ഒരു പടി താന്ന് തമാശയൊക്കെ ചെയ്യും. നിങ്ങൾ വടക്കേ ഇന്ത്യയിൽ പോയാൽ ഹനുമാനെ കണ്ടിട്ടുണ്ടോ? ചുവപ്പ് കളറിലുണ്ടോ ഹനുമാന്റെ വിഗ്രഹമൊക്കെ? എവിടെ വടക്കേ ഇന്ത്യയിലൊക്കെ പോയാൽ എല്ലാ ക്ഷേത്രത്തിലും ഹനുമാന്റെ നിറം എന്താ? റെഡ് കളറിലിരിക്കും. അതിനൊരു മനോഹരമായ കഥ തുളസീദാസർ പറയുന്നു. ഒരു ദിവസം പട്ടാഭിഷേകത്തിന് രാമപട്ടാഭിഷേകത്തിൻ്റെ തലേന്നും സീതാദേവി അലങ്കരിക്കുകയാണ്. ചെവിയിലിടാനുള്ളത് ഇട്ടു, കയ്യിലിടാനുള്ളത് ഇട്ടു, മൂക്കിലിടാൻ, അങ്ങനെ അങ്ങനെ ആഭരണങ്ങളെല്ലാം അലങ്കരിക്കുക. ഹനുമാൻ അടുത്ത് നിന്നിട്ട് ഓരോന്നും ചോദിക്കും. ഈ വള എന്തിനായിടുന്നത്? ചെവിയിൽ എന്തിനായിടുന്നത്? അതെന്തിനായിടുന്നത്? ഇതെന്തിനായിടുന്നത്? ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക സീതാദേവി. അവസാനം ഒരു സാധനം ഇങ്ങനെ ഒരു റിങ് പോലെ, ഒരു കയർ പോലെ ഇടൂല്ലേ, എന്താ പറയുക, ഈ ഡാൻസ് ആടുന്ന പെൺകുട്ടികളൊക്കെ ഇടുന്നു. പ്രഭുവിനെങ്ങനെ ഇതൊക്കെ കൃത്യം അറിയാം? അപ്പൊ ഈ ആഭരണമൊക്കെ ഇട്ടപ്പോ ഹനുമാൻ ചോദിക്കുക, എന്തിനാ 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 എന്തിനാ? സീതാദേവിയും മറുപടി പറഞ്ഞു. അവസാനം അല്പം കുങ്കുമം എടുത്ത് സീതാദേവി ഇട്ടപ്പോ ഹനുമാൻ ചോദിച്ചു, ദേവി ഇതെന്തിനാ ഇടുന്നത്? സീതാദേവിയും ചിരിച്ചോണ്ട് പറഞ്ഞു, ഇതിട്ടാൽ രാമന് സന്തോഷമാണ്. ശരി. അടുത്ത ദിവസം നിറഞ്ഞ സദസ്സിൽ ശ്രീരാമചന്ദ്രമൂർത്തി, തൊട്ടടുത്ത് സീതാ മഹാറാണി, ഭരത ലക്ഷ്മണ ശത്രുഘ്ന സുഗ്രീവ, സർവത്ര സമസ്ത കോശലദേശവും കൊട്ടാരത്തിൽ നിറഞ്ഞിരിക്കുമ്പോൾ ഹനുമാൻ കേറി വന്നു. തല തൊട്ട് കാല് വരെ കുങ്കുമം. എല്ലാരും ചിരിക്കാൻ തുടങ്ങി. സീതാദേവിക്ക് അപ്പോഴേ മനസ്സിലായി. ഹനുമാന്റെ അടുത്ത് ചോദിച്ചു, ഹനുമാൻ നീ എന്താ കാണിക്കുന്നത്? ഹനുമാൻ പറഞ്ഞു, ദേവി ഇത്ര കുങ്കുമം ഇട്ടപ്പോൾ പ്രഭുവിന് സന്തോഷമാണെങ്കിൽ എന്നെ കാണുമ്പോൾ എത്ര സന്തോഷമായിരിക്കും അല്ലേ? ഹനുമാൻ വിഡ്ഢിയാണോ? അല്ല. അങ്ങനെ ഒരു പടി ഇറങ്ങി മറ്റുള്ളവർക്ക് ആനന്ദം. അതുകൊണ്ട് ആത്മീകം എന്ന് പറഞ്ഞാൽ പൂർണ്ണ ആനന്ദം. അവിടെ വിഷമത്തിനേ സ്ഥാനമില്ല. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ
രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണചന്ദ്ര ഭഗവാന് കീ. സന്തോഷം 3 തലത്തിലാണ്. സന്തോഷം, ശാന്തി, ആനന്ദം. ഇത് 3 കാറ്റഗറിയാണ്. ആദ്യം സന്തോഷം, അതിനേക്കാളും ഒരു പടി ഉയർന്നത് ശാന്തി, അതിനേക്കാളും ഒരു പടി ഉയർന്നത് ആനന്ദം. ശരീരത്തിലിരുന്ന് കിട്ടുന്നത് സന്തോഷം, മനസ്സിൽ നിന്ന് കിട്ടുന്നത് ശാന്തി, ആത്മാവിലിരുന്ന് കിട്ടുന്നത് ആനന്ദം. ഇത് 3ഉം വ്യത്യസ്തമാണ്. നമ്മളെല്ലാവരും ഈ ലോകത്തിൽ സന്തോഷത്തിൻ്റെയും ശാന്തിയുടെയും പുറകെയാണ് പോകുന്നത്. ആനന്ദത്തിനെ കുറിച്ച് ചിന്തിക്കാറില്ല. പക്ഷേ ആനന്ദമാണ് ശാശ്വതം, സന്തോഷവും ശാന്തിയും താൽക്കാലികമാണ്. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും വിശപ്പുണ്ട്. സമയമായി, വിശക്കുന്ന സമയമായി. ഒരു നല്ല സദ്യയാണെന്ന് വിചാരിച്ചോ, 2 കൂട്ടം പായസം, ബോളി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഭവസമൃദ്ധവും എല്ലാം ഉള്ള ഒരു സദ്യ. കൂട്ടത്തിൽ ഐസ്ക്രീമും ഉണ്ട്. ഐസ്ക്രീം എത്ര പേർക്ക് ഇഷ്ടമല്ല? ഐസ്ക്രീം ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇവിടെ ഉണ്ടാ? സത്സംഗത്തിൽ നിന്ന് പുറത്തു പോകണം. എത്ര പേർക്ക് ഐസ്ക്രീം ഇഷ്ടം? എല്ലാ ഡയബറ്റിക്കാരും കൈ തൂക്കും. എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ശരീരത്തിലിരുന്ന് കിട്ടുന്നത് സന്തോഷം. നല്ല വിശന്നിരിക്കുകയാണ്, വിശക്കുമ്പോൾ ഒരു സദ്യ കിട്ടി, സന്തോഷം കിട്ടോ ഇല്ലേ? ഉണ്ട്. 5 മണിക്കൂർ കഴിഞ്ഞ് ആ സദ്യ ദഹിച്ചു പോയാൽ സന്തോഷവും പോയി, വീണ്ടും വിശപ്പായി. ശരീരസുഖങ്ങളെല്ലാം, ബോഡിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ സുഖവും താൽക്കാലികം, ടെമ്പററി സന്തോഷം ശരീരത്തിൽ നിന്ന്. മനസ്സിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പടി ഉയർന്നതാണ്. മനസ്സിൽ നിന്ന് കിട്ടുന്നത് എന്താ? ശാന്തി. കുറച്ചും കൂടെ കൂടുതൽ സമയമുണ്ടാവും. എങ്ങനെ? നല്ല വിഷമിച്ചിരിക്കുക, സങ്കടത്തിലിരിക്കുക. അപ്പോൾ ഒരു ഫ്രണ്ട് വന്നിട്ട് പറയാം, നീ ഒന്നും വിഷമിക്കേണ്ട, നിനക്കെന്താ പൈസയുടെ ബുദ്ധിമുട്ടല്ലേ, അല്ലെങ്കിൽ ഇന്ന ബുദ്ധിമുട്ട്, ഞാൻ സഹായിക്കാം, ഞാൻ കൂടെ ഉണ്ട്, നീ ഒന്ന് ഞാൻ പോയി സംസാരിക്കാം എന്ന് ആരെങ്കിലും പറയുമ്പോൾ മനസ്സിലൊരു ശാന്തി. അത് കുറച്ച് സമയം കൂടെ ഉണ്ടാകും, പക്ഷെ അടുത്ത പ്രയാസം വരുമ്പോൾ ശാന്തിയും പോകും. ശരീരത്തിലിരുന്ന് കിട്ടുന്ന സന്തോഷം, മനസ്സിൽ നിന്ന് കിട്ടുന്ന ശാന്തി, ഇത് രണ്ടും താൽക്കാലികമാണ്, വരും അതുപോലെ പോകും. എന്നാൽ ആത്മാവിലിരുന്ന് ലഭിക്കുന്ന ആനന്ദം ഒരിക്കലും നഷ്ടപ്പെടില്ല. ഏത് രാത്രി എണീറ്റിരുന്ന് കൃഷ്ണ ഭഗവാൻ കാളയിൽ പാല് കറന്ന കഥ ചിന്തിച്ചാലും അറിയാതെ നമ്മൾ ചിരിച്ചു പോകും. ആണോ അല്ലേ? അതുകൊണ്ട് നമ്മൾ സുഖത്തിൻ്റെ പുറകെ പോണോ, ശാന്തിയുടെ പുറകെ പോണോ, ആനന്ദത്തിൻ്റെ പുറകെ പോണോ? ഇതിൻ്റെ പുറകെ, ആനന്ദത്തിൻ്റെ പുറകെ വേണം പോകാൻ. അത് ഭാഗവതത്തിലിരുന്നും നാമജപത്തിലിരുന്നും കിട്ടും, അത് വേറെ എവിടെ ഇരുന്നും കിട്ടുകയില്ല. ഇനി അടുത്തത് ശ്രീകൃഷ്ണ ഭഗവാൻ ബാലനായി ഈ 2 മരങ്ങൾ, കുബേരൻ്റെ 2 പുത്രന്മാർക്ക് മോക്ഷം കൊടുത്ത അധ്യായം. കുബേരന് 2 മക്കളാ, നലകുബേര, മണിഗ്രീവ. കുബേരന് ആവശ്യത്തിനധികം പണം, ഒരുപാട് സമ്പത്ത്, ആവശ്യത്തിനധികം പണം വന്നാൽ മനുഷ്യന് എന്ത് വരും? അഹങ്കാരം വരും, അല്ലേ? ഒരുപാടായി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് അഹങ്കാരം വരും. ദൈവം എല്ലാവരുടെയും ആവശ്യത്തിന് തന്നിട്ടുണ്ട്, ആർത്തിക്ക് തന്നിട്ടില്ല. God had supplied for your needs, not for your greed. നമ്മുടെ ആവശ്യത്തിന് ദൈവം തന്നിട്ടുണ്ട്, എന്തിന് തന്നിട്ടില്ല? ആർത്തിക്ക് വേണ്ടി തന്നിട്ടില്ല.
അപ്പോ കുബേരന്റെ മക്കൾക്ക് നലകുബേര മണിഗ്രീവ ഇവർ രണ്ടുപേർക്കും ആവശ്യത്തിനധികം സമ്പത്താണ്. അപ്പൊ അതെന്തായി? അഹങ്കാരമായി. അപ്പൊ ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു? മാനസരോവര തടാകത്തിൽ ഒരു ദിവസം നഗ്നരായി, വസ്ത്രമില്ലാതെ നഗ്നരായിട്ട് അപ്സരസുമാരോടൊപ്പം കുളിച്ചോണ്ടിരിക്കുക. റംബ, മേനക, കിലോത്തമ. ആ സമയത്ത് നാരദ മഹർഷി ആ വഴിയെ യാത്ര ചെയ്യുന്നു. പിന്നെ മഹാദേവൻ ഉമയോടൊപ്പം, പാർവതിയോടൊപ്പം യാത്ര ചെയ്യുന്നു. നാരദ മഹർഷി ചോദിച്ചു, ഇങ്ങനെയാണോ ഒരു മര്യാദ ഇല്ലാതെ? വലിയ വലിയ ആൾക്കാരൊക്കെ പോകുന്ന വഴിക്ക് നഗ്നരായി കുളിച്ചുകൊണ്ടിരിക്കുക, ഒരു മര്യാദ വേണ്ടേ? നമ്മൾ വീട്ടിൽ അങ്ങനെയൊക്കെ കാലിൻ്റെ മേലെ കാലൊക്കെ ഇട്ടിരിക്കുമ്പോൾ പ്രായത്തിൽ മുതിർന്ന ഒരാൾ വന്നാൽ എന്ത് ചെയ്യും? എണീക്കും, ബഹുമാനിക്കും, അല്ലേ? ഇരിക്കാൻ പറയും, വെള്ളം കൊടുക്കും. ഇങ്ങനെയാണോ ഡ്രസ്സില്ലാതെ ഇരിക്കുന്നത് എന്ന് സംസാരിച്ച് നാരദ മഹർഷി വഴക്ക് പറഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും ധിക്കാരം കൊണ്ട്, ആര് രണ്ടുപേര്? നലകുബേര മണിഗ്രീവ അഹങ്കാരം കൊണ്ട് നാരദ മഹർഷി എടുത്ത് തർക്കിച്ചു. ഉടനെ നാരദ മഹർഷി നിങ്ങൾ രണ്ടുപേരും മരങ്ങളായി പോകട്ടെ എന്ന് ശപിച്ചു. നാണവും മാനവും മറയ്ക്കാൻ നേരായ വണ്ണം വസ്ത്രം ധരിക്കാത്തവരെല്ലാം ഒരു ജന്മം എന്ത് ചെയ്യേണ്ടി വരും? മരമായി നിൽക്കണം. കാരണം മരത്തിന് ഉരി ഇഷ്ടമല്ല, ട്രീ ബാർക്ക്. മരത്തിന് ഉരി ഇഷ്ടമല്ല, ഉരി കളഞ്ഞുകൊണ്ടേയിരിക്കും. ഗരുഡ പുരാണത്തിൽ പറയുന്നു, അമ്പലത്തിൽ ചെന്ന് ചെരുപ്പ് മോഷ്ടിച്ചാൽ എന്തായി ജനിക്കണം? ചെമ്മരിയാടായി ജനിക്കണം. കുറ്റം കണ്ടിട്ടും കാണാതെ പോയി കഴിഞ്ഞാൽ എന്തായി ജനിക്കണം? കണ്ണിൽ കാഴ്ച നഷ്ടപ്പെടും. ഇങ്ങനെ ഒരുപാട് മരണവേളയിൽ 2 മീന് കഴിച്ചാൽ കൊള്ളാമെന്ന് വിചാരിച്ചാൽ എന്തായി ജനിക്കും? പൊന്മാനായി ജനിക്കും. 84 ലക്ഷം കാരണകാര്യങ്ങൾ പൂന്താനം പറഞ്ഞു. ഈച്ച ചത്ത് പൂച്ചയാകും, അജം ചത്ത് ഗജമാകും, നരൻ ചത്ത് നാരിയാകും, നാരി ചത്തോർ ഓരിയാകും, ഈശ്വരന്റെ വിലാസങ്ങൾ. ഇങ്ങനെ കുബേരന്റെ 2 മക്കളും എന്തായി? മരവായി നിന്നു. അപ്പൊ നമ്മുടെ സിനിമയിലും ഡ്രാമയിലുള്ളവരൊക്കെ എന്താകും? എല്ലാം മരമായി. എന്ത് കൃത്യം, എന്ത് തെറ്റ് ചെയ്താലും അത് അനുഭവിക്കാൻ നമ്മൾ ഒരു ജന്മം എടുത്തേ മതിയാകും. ഈ ജന്മത്തിൽ ആർക്കെങ്കിലും പൈസ തിരികെ കൊടുക്കുക, കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാതെ ചത്തുപോയാൽ അടുത്തതിൽ അവൻ വന്ന് ബന്ധുവായിട്ട് ജനിച്ച് ഉള്ളതിൻ്റെ 10 ഇരട്ടി എടുത്തുകൊണ്ട് പോകും. എല്ലാ കണക്കും ചിത്രഗുപ്തൻ എഴുതി വെച്ചിട്ടുണ്ട്, നടക്കും. ഈ 2 പേരും മരങ്ങളായി നിന്നു. എന്നിട്ടാ അവർ പശ്ചാത്തപിച്ചത്, മഹാപാപം ചെയ്തല്ലോ, ഇപ്പോൾ മരങ്ങളായി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നല്ലോ, ദൈവമേ ഞങ്ങൾക്ക് പാപത്തിലിരുന്ന് വിമോചനമില്ലേ, മോക്ഷമില്ലേ എന്ന് ചോദിച്ചപ്പോൾ വിഷമിക്കേണ്ട, ഇത് നടക്കുന്നത് സത്യയുഗത്തിലാണ്. ദ്വാപരയുഗത്തിൽ ഗോകുലത്തിൽ വൃന്ദാവനത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിക്കും. അന്ന് ഭഗവാന്റെ സ്പർശനമേറ്റ് ഈ മോക്ഷം, ശാപമോക്ഷം കിട്ടുമെന്ന് ഋഷിമാർ അനുഗ്രഹിച്ചു. സത്യയുഗം തൊട്ട് മരങ്ങളായി നിൽക്കുകയാണ് ആര്? ഇവർ 2 പേര്. കൃഷ്ണ ഭഗവാൻ അവരെ കണ്ടിട്ടുണ്ട്, അവരച്ഛൻ നന്ദഗോപര് കണ്ടിട്ടുണ്ട്, നന്ദഗോപരുടെ പിതാവ് എല്ലാവരും കണ്ടിട്ടുണ്ട്. ഈ 2 മരങ്ങൾ നിൽക്കുന്നത്. ഈ കാത്തിരിക്കുക എന്ന് പറയുന്നതിന് ഒരുപാട് ക്ഷമ വേണം. ക്യൂവിൽ നിന്ന് അനുഭവം എത്ര പേർക്കുണ്ട്? ക്യൂവിൽ ക്ഷമയെല്ലാം നഷ്ടപ്പെടും. ക്യൂവിൽ നിന്നിട്ട് 1 2 3 4 എൻ്റെ മുമ്പേ 5 പേരും ഒന്ന് എണ്ണി 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 നിൽക്കും. എണ്ണാറുണ്ടോ? എണ്ണി. പിന്നെ ഒരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യൂ മാത്രം അനങ്ങില്ല, ബാക്കിയുള്ള ക്യൂ എല്ലാം ഫ്രണ്ടിൽ പോകും. കണ്ടിട്ടുണ്ടോ? അതെല്ലാവർക്കും അങ്ങനെയാണ്, അതങ്ങ് പോകും. ഇനി കഷ്ടപ്പെട്ട് അവിടെ എത്തിയാലോ നമ്മൾ കറക്റ്റ് പോകുമ്പോൾ അയാൾ കൗണ്ടർ അടച്ചിട്ട് വീട്ടിൽ പോകും. ഇങ്ങനെ എത്ര പേർക്ക് സംഭവിച്ചിട്ടുണ്ട്? അതാണ്, എല്ലാവർക്കും ഒരേപോലെയാണ്. ക്യൂവിൽ നിൽക്കുക. സത്യയുഗം തൊട്ട് ദ്വാപരയുഗത്തിൽ കൃഷ്ണ ഭഗവാൻ വരുന്നത് വരെ മരങ്ങളായി നിന്നത് കൊണ്ട് ഈ 2 പേർക്കും നലകുബേരനും മണിഗ്രീവനും ക്ഷമ. അത്രയും കാത്തിരുന്ന് 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 ഇനി ഭഗവാൻ അവതരിച്ചു. എന്നിട്ട് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, ഞങ്ങളടുത്ത് വരുന്നില്ല. ഈ 2 മരം നോക്കിയിരിക്കുക. അപ്പോഴാണ് കൃഷ്ണ ഭഗവാൻ ആദ്യമായി മോഷണം തുടങ്ങുന്നത്. നമ്മൾ ആരാധിക്കുന്ന പരമസത്യം ഒരു മഹാകള്ളനാണ്. ഭഗവാൻ ഫസ്റ്റ് എന്ത് പരിപാടിയാണ് തുടങ്ങിയത്? മോഷണം തുടങ്ങി. അപ്പോൾ പോയി ഈ സാധാരണ പാവപ്പെട്ട ഗോപസ്ത്രീകളുടെ വീട്ടിലാണ് പോകുന്നത്. 1 പശു 2 പശുവൊക്കെ ഉള്ള അരക്കലം പാലുള്ള ആ വീട്ടിൽ പോയി മോഷ്ടിക്കും. ആ ഗോപസ്ത്രീകൾ വന്ന് യശോദയെടുത്ത് പരാതി പറയും, യശോദ നിന്റെ മകൻ വന്ന്. അപ്പം യശോദ ചിരിക്കും. പത്മ എന്താ
നിന്റെ വീട്ടിൽ എത്ര പശുവാ? 2. എൻ്റെ വീട്ടിൽ ലക്ഷക്കണക്കിന് പശുവാ. ഈ പാലും വെണ്ണയും തൈരും ഇതെല്ലാം ആർക്ക് വേണ്ടിയുള്ളതാ? കൃഷ്ണന് വേണ്ടിയുള്ളതാ. ഇത്രയും ഉള്ള വീട്ടിലിരുന്ന് അവൻ വിട്ടിട്ട് നിന്റെ 2 പശു ഉള്ള വീട്ടിൽ വന്ന് എടുക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ അമ്മ ഈ കുട്ടികൾക്ക് അങ്ങനെ കുറെ പഴയുള്ളൂ. വീട്ടിൽ കഴിക്കില്ല, അടുത്ത വീട്ടിൽ പോയി കഴിച്ചിട്ട് വരും. ഈ കുഞ്ഞുങ്ങൾ കുറേ പേര് അങ്ങനെ ചെയ്യാറുണ്ട്, അടുത്ത വീട്ടിലൊക്കെ പോയി കഴിച്ചിട്ട് വരും. ഇത്രയും പാലും തൈരുള്ള അത് കഴിക്കാതെ 2 പശു ഉള്ള വീട്ടിൽ എത്ര പറഞ്ഞാൽ യശോദ വിശ്വസിക്കില്ല. അപ്പോൾ ഒരു ദിവസം ഈ പത്മ ഗോപസ്ത്രീ എന്ത് ചെയ്തു? വീട്ടിലെല്ലാം മണികളെ കെട്ടിവെച്ചു. കലത്തിൽ മണി, കയറിൽ മണി, വാതിൽ ജന്നൽ എല്ലാ സ്ഥലത്തും ചെറിയ ചെറിയ ബെല്ല് മണി കെട്ടിവെച്ചു. അഥവാ കൃഷ്ണൻ വന്ന് കൈവച്ചാൽ എവിടെയെങ്കിലും ബെല്ലടിക്കും, പിടിക്കാം. കാരണം ഈ കൂട്ടുകാർക്കൊക്കെ ഒരു പണിയുണ്ട്. 5-10 പേര് താഴെ നിൽക്കും, അതിൻ്റെ മേലെ 2-3, അതിൻ്റെ മേലെ 2, അവസാനം കൃഷ്ണൻ കയറി ഇറങ്ങി. ഇതൊക്കെ പരിപാടിയാണ്. ആ വീട്ടിൽ അവർ പോയി നോക്കിയപ്പോൾ എല്ലാ സ്ഥലത്തും ബെല്ല്. കൃഷ്ണ ഭഗവാൻ 14 ലോകവും ഭരിക്കുന്ന ഭഗവാൻ പറഞ്ഞു, മണികളെ ആരും ശബ്ദിക്കരുത്. എല്ലാ ബെല്ലും അങ്ങനെയൊന്നും ഒന്നും അടിച്ചില്ല. ഗോപന്മാരെല്ലാം വയറ് നിറയെ വെണ്ണ കഴിച്ചു. അടുത്തത് കൃഷ്ണ ഭഗവാൻ വെണ്ണയെടുത്ത് കുരങ്ങന്മാർക്ക് കൊടുക്കുക. ബലരാമൻ ചോദിച്ചു, നമ്മൾ കഴിച്ച ശരി, കുരങ്ങൻ എന്തിനാ കൊടുക്കുന്നത്? രാമാവതാര സമയത്ത് രാവണന്റെ കൂടെ യുദ്ധം നടക്കുമ്പോൾ സന്ധ്യയ്ക്ക് ശ്രീരാമചന്ദ്രമൂർത്തി യുദ്ധഭൂമി ഒന്ന് വീക്ഷിക്കാൻ പോകുമ്പോൾ ഈ വാനരന്മാർ കൈയൊടിഞ്ഞ് കാലൊടിഞ്ഞ് ചോര തല പൊട്ടി ചോരയിൽ ഇങ്ങനെ വേദനയിൽ പൊളയും. അപ്പോൾ ഒരു കുരങ്ങനെ കണ്ടപ്പോൾ കയ്യും കാലെല്ലാം മുറിഞ്ഞു. യുദ്ധത്തിൽ ഇങ്ങനെ വേദന കൊണ്ട് പിടയ്ക്കുക. ശ്രീരാമചന്ദ്രമൂർത്തിയുടെ കണ്ണുകളെല്ലാം നിറഞ്ഞു. എനിക്ക് വേണ്ടി എത്ര ത്യാഗമാണ് നിങ്ങൾ ചെയ്യുന്നത്? ആ കുരങ്ങൻ്റെ മാറിൽ കൈവച്ച ഉടനെ ആ വാനരൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഭഗവാൻ നിൽക്കുന്നു. കുരങ്ങൻ ചാടി എണീറ്റ്, കയ്യില്ല കാലില്ല. പ്രഭു, ഇന്ന് 10 രാക്ഷസരെ കൊന്നു, നാളെ ഒരു 20 എണ്ണത്തിനെ ഞാൻ കൊന്നുകളയും. ശ്രീരാമചന്ദ്രമൂർത്തി ആ വാനരനെ തോളോട് ചേർത്ത് ആലിംഗനം ചെയ്ത് കണ്ണീര് കൊണ്ട് അഭിഷേകം ചെയ്ത് ഇതെല്ലാം ഞാൻ എങ്ങനെ തിരികെ കൊടുക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് കൃഷ്ണ ഭഗവാൻ എന്ത് ചെയ്തു? എല്ലാ കുരങ്ങന്മാർക്കും വെണ്ണ സ്വന്തം കൈകൊണ്ട് വെണ്ണയൂട്ടുവായിരുന്നു. എല്ലാവരും കഴിച്ച്, ഗോപന്മാർ കഴിച്ചു, കുരങ്ങന്മാർ കഴിച്ചു, ഉള്ള പക്ഷികൾ അണ്ണാൻകുഞ്ഞ് എല്ലാവരും കഴിച്ച് അവസാനം കൃഷ്ണ ഭഗവാൻ അല്പം വെണ്ണ എടുത്ത് വായിൽ വെച്ചപ്പോൾ എല്ലാ മണികളും ടിങ് 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 ഒരുമിച്ചടിയായി. കൃഷ്ണന് ദേഷ്യം വന്നു. നിങ്ങൾ അടിക്കരുതെന്നല്ലേ പറഞ്ഞു? എന്തിനാ എല്ലാവരും അടിച്ചത്? മണികൾ ഒരേ സ്വരത്തിൽ മറുപടി പറഞ്ഞു, ഞങ്ങളെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം തന്നെ അങ്ങക്ക് നൈവേദ്യം നടക്കുമ്പോൾ അടിക്കാനാ. ഇപ്പം അടിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോൾ അടിക്കാനാ? പത്മ വന്നു നോക്കിയപ്പോൾ കൃഷ്ണനെ കയ്യോടെ പിടിച്ച്, കയ്യിൽ വെണ്ണ, കാലിൽ വെണ്ണ, മുഖത്ത് മൊത്തത്തിൽ വെണ്ണ. അങ്ങനെ വിളിച്ചോണ്ട് പോയി. പോകുന്ന വഴിക്ക് നന്ദഗോപർ വീട്ടിലിരിക്കുക. അപ്പം ഇവർക്കൊക്കെ കുറേ സംസ്കാരം, പഴയ രീതി. ഇവരെല്ലാം ഗുജറാത്തികളൊക്കെ ഇങ്ങനെ തലയിലൊക്കെ മൂടിക്കൊണ്ടൊക്കെ നടക്കൂലേ, അങ്ങനെയൊക്കെ മൂടി കൃഷ്ണനെയും പിടിച്ചിട്ട് അകത്ത് ചെന്ന് യശോദയെടുത്ത് പറഞ്ഞു, യശോദ, ഞാൻ നിരന്തരം പറയുമ്പോൾ നീ വിശ്വസിക്കാറില്ല. ഇന്ന് നിന്റെ മകനെ കയ്യോടെ പിടിച്ചു, നോക്ക്. യശോദ നോക്കിയിട്ട് വീണ്ടും ചിരിക്കാൻ തുടങ്ങി. പത്മ ചോദിക്കുന്നു, എന്തിനാ ചിരിക്കുന്നത്? പത്മ, നീ പിടിച്ചിട്ട് വന്നിരിക്കുന്നത് എൻ്റെ മകനല്ല, നിന്റെ മകനാണ്. നോക്കിയപ്പോൾ ആള് മാറി, സ്വന്തം മകൻ. നാണക്കേട്. പിടിച്ച് വലിച്ചോണ്ട് പുറത്തു പോയി. പകുതി വഴിയിൽ പോയപ്പോൾ വീണ്ടും കൃഷ്ണനായി. അപ്പൊ പത്മയ്ക്ക് ദേഷ്യം വന്നു. ഇപ്രാവശ്യം നീ എന്നെ കബളിപ്പിച്ചു, അടുത്ത പ്രാവശ്യം പറ്റൂല. ആ കൃഷ്ണൻ പറഞ്ഞു, പത്മ, ഇപ്പൊ പിടിച്ചത് കൊണ്ട് നിന്റെ മകനായി, ഇനി എന്നെ പിടിച്ചാൽ നിന്റെ ഭർത്താവായി കളയും. അതോടെ പത്മ ഇത് ഉപേക്ഷിച്ചു. എന്നാലും യശോദയുടെ വീട്ടിൽ പരാതി 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 പരാതി, എന്നും പരാതി. എല്ലാവരുടെ വീട്ടിലും മോഷണം. ഇവർ ഒറ്റയ്ക്ക് പോയാൽ കുഴപ്പമില്ല, കൂട്ടിന് കുരങ്ങന്മാർ. വയറ് നിറഞ്ഞ കുരങ്ങന്മാർ വീട്ടിനകത്ത് നമ്പർ 1 നമ്പർ 2 എല്ലാം ആക്കി വെച്ചേ. ഗോപസ്ത്രീകൾക്കാണെങ്കിൽ ദേഷ്യം. ബ്രാഹ്മണർ അഥവാ യമുനയിൽ മുങ്ങിക്കുളിക്കുക, അവർക്കൊക്കെ ഒറ്റ വസ്ത്രമുള്ള സാധു ബ്രാഹ്മണന്മാരാണ്. ഒരു വസ്ത്രമൊക്കെ ഉള്ളൂ, അത് അഴിച്ചു വെച്ചിട്ട് ഇവർ യമുനയിൽ കുളിക്കാൻ പോകും. വെള്ളത്തിനകത്ത് പോയാൽ കൃഷ്ണ ഭഗവാൻ വെള്ളത്തിൻ്റെ അടിയിൽ ചെന്ന് 2 ബ്രാഹ്മണരുടെ കുടുമി ഒരുമിച്ച് ചേർത്ത് കെട്ടിവെച്ചളയും. അവർക്ക് തല അങ്ങോട്ടാക്കാൻ പറ്റില്ലെങ്കിൽ. ഇനി അഥവാ വന്നാലോ ഉള്ളത് ഒറ്റ വസ്ത്രം, അതിൻ്റെ പുറത്ത് ചാണകം ഉണ്ടാകും.
എന്നും ഗോപസ്ത്രീകളും ബ്രാഹ്മണരും വന്ന് പരാതിയാ. അങ്ങനെ യശോദ തന്നെ ഒരു ദിവസം കയ്യോടെ പിടിച്ച്, കയ്യിൽ മൊത്തം വെണ്ണ. അപ്പോൾ ചോദിച്ച്, നീ എന്തിനാ വെണ്ണ മോഷ്ടിച്ചെന്ന്? ഞാൻ വെണ്ണ മോഷ്ടിച്ചില്ല അമ്മ, എനിക്ക് ഈ ശംഖ് വളയിട്ട്, ഈ വടക്കേ ഇന്ത്യയിൽ പോയാൽ ശംഖ് കൊണ്ട് വള ഉണ്ടാക്കും, കണ്ടിട്ടുണ്ടോ? കോൺഷ്യൽ ശംഖിൻ്റെ വള. ഇത് നീ എൻ്റെ കൈ ഫുള്ള് ഇട്ട് തന്നിരിക്കുകയാണ്. അപ്പം ഇത് ഒരഞ്ഞു വരഞ്ഞ് കൈയെല്ലാം എരിയുന്ന്, അതുകൊണ്ട് ഞാൻ വെണ്ണക്കലത്തിൽ കൈയിട്ട് വെച്ചു, കഴിച്ചിട്ടില്ല. അമ്മയെടുത്ത് പറയാ. അത് സുർദാസിൻ്റെ നല്ല ഒരു ഇതുണ്ട്. ഗോപസ്ത്രീകൾ ചോദിക്കും, കൃഷ്ണ നീ വെണ്ണ കഴിച്ചോ? അപ്പോൾ പറയും, മേ നഹി മാഖൻ ഖായോ മയ്യാ മോരെ, മേ നഹി മാഖൻ ഖായോ. ഉടനെ മറ്റൊരു ഗോപി, കണ്ട ഗോപി എന്ത് ചെയ്യും? പിടിച്ച ആ ഗോപസ്ത്രീ, ഞാനല്ലേ കണ്ടത്. ഉടനെ അവരെ നോക്കിയിട്ട്, മേനെ ഹിമാകൻ കായോ മയ്യാ മോരെ, മേനെ ഹിമാകൻ കായോ. ഇങ്ങനെ വാക്കുകൾ കൊണ്ട് കബളിപ്പിക്കും. ഭഗവാൻ മോഷ്ടിച്ചുവെങ്കിലും ആ ഗോപസ്ത്രീകൾക്ക് അത്രയും സന്തോഷമാണ്. അഥവാ ഒരു ദിവസം കൃഷ്ണൻ മോഷ്ടിക്കാൻ വന്നില്ലെങ്കിലോ, അയ്യോ വന്നില്ലല്ലോ, കണ്ടില്ലല്ലോ എന്ന് കാത്തിരിക്കും. മോഷണത്തിനായി ഭഗവാൻ വന്നില്ല എന്നവർ കാത്തിരിക്കും. ഇങ്ങനെ നിത്യ ഉത്സവം, നിത്യാനന്ദം. എന്നാലും യശോദയ്ക്ക് സഹിക്കാൻ പറ്റാതെ ഒരു ദിവസം കൃഷ്ണന് ദേഷ്യം വന്ന്, നിനക്ക് കൂട്ടി ഒരലല്ലേ, അതിനോട് ഒരലിനെ പിടിച്ച് കെട്ടിവെച്ചു. നിങ്ങൾ രണ്ടുപേരാണ് കള്ളന്മാർ, ഒന്നിനെ പിടിച്ച് അതിൻ്റെ പുറത്ത് കയറിയല്ലേ കെട്ടിവെച്ചു. ബലരാമൻ അങ്ങോട്ട് വന്ന് ദേഷ്യത്തിൽ നോക്കിയപ്പോൾ കൃഷ്ണനെ ആരോ പിടിച്ച് ഒരലി കെട്ടിവെച്ചിരിക്കുക. കൂട്ടുകാരുടെ അടുത്ത് ചോദിച്ചു, ആരാ കൃഷ്ണനെ ഒരലി കെട്ടിയത്? എല്ലാവരും പറഞ്ഞു, അമ്മ യശോദ. യശോദയാണോ? ഒന്ന് സമാധാനം. എന്നിട്ടും വിട്ടില്ല. നേരെ ബലരാമസ്വാമി അമ്മയെടുത്ത് ചെന്ന്, യശോദ ആരെയാ കെട്ടിവെച്ചിരിക്കുന്നതെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ബലരാമന് 6 വയസ്സ്, കൃഷ്ണന് 5 വയസ്സ്. യശോദ പറഞ്ഞു, ഇല്ലല്ല എനിക്കറിയില്ല, നീ പറ, ഞാൻ ആരെയാ കെട്ടിവെച്ചിരിക്കുന്നത്? 14 ലോകം, അണ്ടചരാക്ഷരം, ചലിക്കുന്നതും ചലിക്കാത്തതും 33 കോടി ദേവഗണങ്ങളുടെയും അധിപനായ സർവേശ്വരനായ സച്ചിദാനന്ദ സ്വരൂപനെയാണ് അങ്ങ് ഒരലിൽ പിടിച്ച് കെട്ടിവെച്ചത്. ഉടനെ യശോദ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ശരി അത് ദൈവം, അപ്പം നീ ആര്? ഞാൻ അനന്തൻ, ഞാൻ ആദിശേഷൻ. യശോദ ചോദിച്ചു, എല്ലാ ദൈവം എൻ്റെ വീട്ടിൽ എന്തിനാ വന്നത്? യശോദയ്ക്കത് വിഷയമേ അല്ല, കെട്ടിവെച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് മാറിയപ്പോൾ ഭഗവാൻ ഈ ഒരലും വലിച്ചുകൊണ്ട് ഈ 2 മരങ്ങളുടെ ഇടയിൽ ചെന്ന്, യുഗങ്ങളായി കാത്തു നിൽക്കാണ് ഈ മരങ്ങൾ മോക്ഷത്തിനായി. അവരുടെ ഇടയ്ക്ക് ചെന്ന് ഈ 2 മരങ്ങളെയും പിഴുതിട്ടു. അതിലിരുന്ന ആ ഗന്ധർവന്മാർ നലകുബേര മണിഗ്രീവ 2 പേരും വന്ന് മന്ത്രങ്ങളും ഇതെല്ലാം ചൊല്ലി ഭഗവാനെ പ്രാർത്ഥിക്കാം. കഴിഞ്ഞു. ഒരല് ചോദിച്ചു, വലിച്ച സ്ഥലത്തെല്ലാം ഞാൻ കൂടെ വന്നല്ലേ, എൻ്റെ ഗതി എന്താണ്? കൃഷ്ണൻ ചിരിച്ചോണ്ട് പറഞ്ഞു, എന്നെ പൂജിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിന്നെയും പൂജിക്കുക ആൾക്കാർ, പേടിക്കണ്ട എന്ന് പറഞ്ഞു. നമോ രാധികായൈ ത്വദീയ പ്രിയായൈ, നമോ നന്ദലീലായ ദേവായ തുഭ്യം. നമോ രാധികായൈ, നമോ നന്ദലീലായ ദേവായ തുഭ്യം. ഹരേ കൃഷ്ണ.